സമുദ്രത്തിനെ നോക്കിയാൽ സമുദ്രസമം, ആകാശത്തിനെ നോക്കിയാലോ ആകാശസമം. അപ്പം ആ ആശയാത്മകമായിരിക്കുന്ന മനസ്സിന് മഹത്തായ ഒരാശയം നൽകി ആ ആശയത്തെക്കുറിച്ച് ആവേശം കൊണ്ട് അതിൽ മാത്രം ചിന്തിച്ച് അതിൽ മനസ്സിനെ വെച്ച് പതിപ്പിച്ച് അതങ്ങടെ ആയിത്തീരാണ്. മഹത്തത്വാത്മനിമയി യഥാസംസ്ഥം മനോദധത് മഹിമാനമവാപ്നോതി ഭൂതാനാം ച പൃഥക് പൃഥക്. അതിൽ എങ്ങനത്തതാവണം, എത്ര മഹത്താവണം? പർവ്വതമാണെങ്കിൽ പർവ്വതം, കുന്നാണെങ്കിൽ കുന്ന്, സമുദ്രമാണെങ്കിൽ സമുദ്രം, എന്തു വേണോ അതുപോലെ ആയിത്തീരും. ഇനിയോ മൂന്നാമത്തതെന്താ? പരമാണുമയേ ചിത്തം ഭൂതാനാം മയിരഞ്ജയൻ കാലസൂക്ഷ്മാർത്ഥതാം യോഗി ലഘിമാനം അവാപ്നുയാത്. ലഘിമ എന്ന് പറയുന്ന മൂന്നാമത്തെ സിദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ഭൂതാനാം പരമാണുമയേ മയി ചിത്തം രഞ്ജയൻ. ഭൂതങ്ങളുടെ പരമാണു, ഏത് ഭൂതത്തിനെയും ചെറുതാക്കി പൊടിച്ചു കൊണ്ടുവന്നാൽ അവസാനം ഒരു പരമാണുവായിത്തീരും. മഹത്തത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തെ സ്ഥിതി എന്താ? ലോകത്തെ മുഴുവൻ കടന്നു ചെന്ന് സമയത്തിൻ്റെ പിന്നിൽ ചെന്ന് അവസാനം സത്വരജസ്തമോ ഗുണങ്ങൾ സമതുലിതമായി നിൽക്കുന്ന വിശേഷപ്പെട്ട ഒരു ഭാവം, അതാണ് ഭാവന ചെയ്തത്. ഇവിടെയോ സൂക്ഷ്മമായി, സ്ഥൂലത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി ചെറുതായിരിക്കുന്ന പരമാണുവിന്, ആ പരമാണുമയേ മയി ചിത്തം, ഈശ്വരൻ അണുവുമാണ്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോ നിഹിതം ഗുഹായാം. കഠോപനിഷത്ത് വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുന്നതാ. അണോരണീയാൻ, അണുവിനേക്കാൾ ആണവികമാണ്. മഹതോ മഹീയാൻ, മഹത്തിനേക്കാളും മഹീയാനാണ്. അപ്പോൾ ഇവിടെ മഹത്തിനെക്കുറിച്ച് ചിന്തിച്ചു, ഇപ്പോഴോ അണുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാലസൂക്ഷ്മാർത്ഥതാം യോഗി ലഘിമാനമവാപ്നുയാൻ. എന്താ അതിനർത്ഥം? പരമാണുവിനെ പോലെ ആകും. നമ്മുടെ മനസ്സങ്ങനെ ധ്യാനിക്കണം, അപ്പോൾ അത് തന്നെ ആയിത്തീരും. ഒരു അണുവിന് വല്ല കനമുണ്ടോ, വെയിറ്റ് ഉണ്ടോ? അതിന് വല്ല അളവുണ്ടോ? അളവില്ല. അപ്പം എന്തായിത്തീരും? നമ്മുടെ ഈ സ്ഥൂല ശരീരം ഒരു 6 അടി ഉയരം, വേണമെങ്കിൽ ഒരു 75 കിലോ കനം ഭൂമിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ മാറി അത് കനം അങ്ങോട്ട് കുറഞ്ഞു. എൻ്റെ ഗുരുദേവൻ എനിക്ക് ബ്രഹ്മവിദ്യാ ദീക്ഷ തന്നത് ശീർഷാസനത്തിൽ നിന്നുകൊണ്ടാണ്. ഞാൻ മുമ്പിലിരുന്നു, ചമ്രം പടിഞ്ഞ് കൈ കോർത്ത് മടിയിൽ വെച്ചു. അരയിലൊരു മുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരത്തിൽ നിന്ന് ബനിയനും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ഇരുന്നു. അദ്ദേഹം തലകുത്തി നിൽക്കുക. അങ്ങനെ ശീർഷാസനത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ദീക്ഷ നടന്നത്. അദ്ദേഹം അനവധി മണിക്കൂറുകൾ ശീർഷാസനത്തിലായിരുന്നു. അത് നിലത്തിലും നിൽക്കും, കട്ടിലിൻ്റെ മുകളിലും നിൽക്കും. അപ്പോൾ തലയിൽ കുറേശ്ശെ എണ്ണ തേച്ച് കുളിക്കും. ആ എണ്ണമെഴുക്ക് കിടക്കുന്ന സ്ഥലത്ത് ആവരുതെന്ന് പറഞ്ഞ് ഒരു റബ്ബർ പീസ്, ടയറിൻ്റെ ഉണ്ടല്ലോ, ടയറല്ല, അതിൻ്റെ ഉള്ളിലുള്ള ട്യൂബ്, അതൊരെണ്ണം വെച്ച് അതിങ്ങനെ സാധാരണ ഫ്ലാറ്റായിരിക്കുന്ന ആ റബ്ബർ കഷ്ണം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നു വളരെ കാലം നിന്നിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുണ്ടായി, എന്താ പറഞ്ഞത്? ഒരേ ഒരു പോയിന്റിൽ നമുക്ക് നിൽക്കാൻ സാധിച്ച ശരീരത്തിൻ്റെ കനം മുഴുവനും കുറഞ്ഞ് ശരീരം മേപ്പെട്ടു പോകുന്നു. ശീർഷാസനത്തിൽ ഞാനും കുറേ കാലം നിന്നിട്ടുണ്ട്. നമ്മുടെ ഗുരുദേവ് ചെയ്തതുപോലെ ഇല്ലെങ്കിലും ഞാൻ 1-2 മണിക്കൂർ 2-3 മണിക്കൂറൊക്കെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്, അതിലും കൂടുതലും. അപ്പോൾ എപ്പോഴും ഈ കൈ ഇങ്ങനെ വെച്ച് ആ കൈയും തലയും കൂടി തൊട്ടുകൊണ്ടാണ് ശീർഷാസനം. ആ കൈയും കൂടി എടുത്ത് ഒരൊറ്റ പോയിന്റിൽ നിൽക്കാൻ സാധിച്ചാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അവിടെ ആക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞതാ, ഞാനത് പരിശോധിച്ചിട്ടുമില്ല, അതിൻ്റെ പിന്നാലെ പോയിട്ടുമില്ല, പറഞ്ഞത് കേട്ടു എന്ന് മാത്രം. അപ്പം ഇവിടെ എന്താ പറയുന്നത്? പരമാണുമയേ ചിത്തം ഭൂതാനാം മയിരഞ്ജയൻ. ഇതാ മുൻപ് പറഞ്ഞ മാതിരി പോലെ തന്നെ ആ ആവേശപൂർവം ആദ്യം അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, അത് കഴിഞ്ഞ് ദിവസത്തിൽ കൂടുതൽ സമയം, ഒരാഴ്ച, 1 മാസം, 1 കൊല്ലം, എത്ര വേണോ അത്ര. ആ താതാത്മ്യം നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് വരണം. അങ്ങനെ താതാത്മ്യം വന്നു എന്നുണ്ടെങ്കിൽ എന്തായിത്തീരും? നമ്മുടെ മനസ്സ് അണുവായിത്തീരും, കനം തീരെ കുറയും. ലഘിമാ സിദ്ധി, അണിമാ മഹിമാ ചൈവ ലഘിമാ. ഇനി അടുത്തതോ? ധാരയന്മയ്യഹം തത്വേ മനോ വൈകാരികേഖിലം സർവേന്ദ്രിയാണാമാത്മത്വം പ്രാപ്തിം പ്രാപ്നോതി മന്മനാ. ഇനി അടുത്തതെന്താ? പ്രാപ്തി എന്ന് പറയുന്ന സിദ്ധി. എന്താണ് ഈ പ്രാപ്തി? ധാരയന്മയി അഹം തത്വേ വൈകാരികേ അഹം തത്വേ മയി അഖിലം മനഃ ധാരയൻ.
അഹങ്കാരം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അഹം, ഞാൻ. ഈ ഞാൻ എന്ന് പറഞ്ഞ ഒരു ഒലയ്ക്ക നമ്മുടെ ഉള്ളിലുണ്ടെന്നാ നിങ്ങൾ പറയുന്നത്? അല്ല. ഞാൻ എന്ന് പറയുന്നത് ഒരു റെഫറൽ പോയിന്റാണ്. എന്തിനേയും എനിക്ക് കാണണമെങ്കിൽ ആദ്യം ഞാൻ വേണം. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് സ്ഥാനത്തിൽ, കർത്തൃസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു പോയിന്റ് അവിടെ വേണം. അപ്പോഴേ ഞാൻ എന്തിനെങ്കിലും ഒന്നും കാണാൻ നീയായിട്ട് കാണുള്ളൂ. അപ്പം ഞാനുണ്ടെങ്കിലേ നീയുള്ളൂ. ഞാനും നീയും ഉണ്ടെങ്കിലേ അവൻ, ഇവൻ, അവൾ, ഇവൾ, അവർ, ഇവർ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് മൂന്നും ഒരു ട്രയാങ്കിളാണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. അപ്പം ഈ അഹങ്കാരം എന്ന് പറയുന്നത് എന്താ? ഇപ്പം ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ കാണുകയാണ് ചെയ്തത്. ഞാൻ കണ്ണല്ല, കാഴ്ചയല്ല, കണ്ടു എന്ന് മാത്രം. അപ്പം കാണുന്നവൻ. ഇനി കേട്ടവനോ? കേൾക്കുന്നവൻ. കാണുന്നവൻ കേൾക്കുന്നവൻ വേറെ വേറെ ഉണ്ടോ? ഇല്ല. കാണുന്നവൻ തന്നെയാണ് കേൾക്കുന്നത്. രുചിക്കുന്നവനോ? അതും അത് തന്നെ. അപ്പം ഈ ഇന്ദ്രിയങ്ങളെല്ലാം ചെയ്യുന്ന പ്രവൃത്തികളെ ഒരേപോലെ ക്രോഡീകരിച്ച് അവിടെ എല്ലാറ്റിനെയും സ്വീകരിച്ച് അതാത് സ്ഥാനത്തിരുത്തി വേണ്ട സമയത്ത് ലഭ്യമാവത്തക്ക വിധത്തിൽ ഓർമ്മകളായി, സ്മരണകളായി നമുക്ക് തരിക. ഈ ഒരു കോർഡിനേഷൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടക്കുന്നുണ്ട്, ഒരു ക്രോഡീകരണം. അത് നടത്താനായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഈ അഹം എന്ന് പറയുന്നത്. അല്ലാതെ അഹം എന്ന് പറയുമ്പോൾ ഒരു മരത്തടി പോലെ ഒരു സാധനം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാം കൂടി ഒരു ചേതന മാത്രമേ ഉള്ളൂ. ആ ചേതന എങ്ങനെ മനസ്സായി പ്രവർത്തിക്കുന്നുവോ, ബുദ്ധിയായി പ്രവർത്തിക്കുന്നുവോ, അതുപോലെ അത് അഹങ്കാരമായിട്ടും പ്രവർത്തിക്കുന്നു. അതൊരു ഭാവനാത്മകമോ ഭാവാത്മകമോ ആയ ഒരു സ്ഥാനവിശേഷമാണ്, അല്ലാണ്ട് വസ്തുവിശേഷമല്ല. അങ്ങനെ അഹം തത്വേ, ആ അഹങ്കാരം എന്ന് പറയുന്ന അവിടേക്ക് ചെല്ലണം. ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? കാഴ്ചയിലും കേൾക്കലിലും സ്മരണകളിലും ആലോചനയിലും. അതൊക്കെ വിട്ട് ആരാണ് ഈ കാണുന്നത്, ആരാണ് ഈ കേൾക്കുന്നത്, ആരാണ് ഈ സ്മരിക്കുന്നത്, ആരാണ് മറക്കുന്നത്, എവിടെയാണെന്ന് അന്വേഷിച്ച് ആ അഹം തത്വം, അതൊരു തത്വമാണ്. ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതായ ഒരു പ്രത്യേക വിശേഷം എന്നേ പറയാൻ പറ്റുള്ളൂ. തത്വം എന്നുള്ള വാക്കിന് എന്താ? ഉപലബ്ധി. അതുകൊണ്ട് മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ആ തത്വത്തെക്കുറിച്ച് മനോ വൈകാരികേ അഖിലം സർവേന്ദ്രിയാണാം ആത്മത്വം. അങ്ങനെ വരുമ്പോഴോ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അനുഭവം നമുക്കുണ്ടാവുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളും. സാധാരണ ഇപ്പം കണ്ണുണ്ട്, കാഴ്ച വേണമെങ്കിൽ വസ്തുക്കളെ പുറത്ത് കാണണം, കണ്ണ് തുറക്കണം, അപ്പോഴേ കാണുള്ളൂ. ശബ്ദം കേൾക്കണമെങ്കിൽ റേഡിയോവോ ടെലിവിഷനോ ഒക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ കേൾക്കാം. ഇത് ബാഹ്യവസ്തുക്കളൊന്നും ഉണ്ടാവില്ല. കണ്ണടച്ചു, ധ്യാനിച്ചു അഹം തത്വത്തിൽ. തന്നെത്താനെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം, കാഴ്ചകൾ കാണാം, രുചി അനുഭവിക്കാം, സ്പർശസുഖം ശരീരം മുഴുവനും ഉണ്ടാവും, വാസനയും ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നു ഈ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളെല്ലാം ബാഹ്യവസ്തുക്കൾ സമ്പർക്കം മൂലം പ്രദാനം ചെയ്യുന്നതാണ്. അവയുടെ സമ്പർക്കം മൂലം പ്രദാനം ചെയ്യുന്നുവോ അതോ നമ്മുടെ മനസ്സ് രചിക്കുന്നുവോ? എൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ളതാണ് പ്രേക്ഷകരെ. ഒരു പുഷ്പം ഞാൻ കാണുന്ന സമയത്ത് ഈ പുഷ്പം എന്നിൽ രചിക്കുന്നതാണോ പുഷ്പദർശനം, അതോ എൻ്റെ മനസ്സ് തന്നെ കണ്ണിലൂടെ പ്രകാശകിരണങ്ങളിലൂടെ പുഷ്പം എന്ന് പറയുന്ന ദർശനം മനസ്സ് തന്നെ ഉള്ളിൽ രചിക്കുന്നതോ എന്നാണ് ചോദ്യം. പുറം വസ്തു ഒരൊറ്റ എണ്ണം അകത്തേക്ക് കിടക്കണില്ല, അപ്പോൾ അവിടെ നിൽക്കണേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ദർശനം ഉണ്ടാവുന്നത്? മനസ്സാണ് ഈ ദർശന രചയിതാവ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇന്നാളെ ആശ്രമത്തിൽ ഒരാൾ വന്നു, സ്വാമിജി പറയുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യാവണുണ്ട്, എന്നാലും മനസ്സ് സമ്മതിക്കണില്ല. ബോധ്യാവണുണ്ട് ശരിയാണെന്ന്, പക്ഷെ ഉള്ളിലത് തോന്നി സമ്മതിക്കണില്ല. ബാഹ്യവസ്തുക്കൾ അകത്ത് കിടക്കണില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അപ്പം പിന്നെ അകത്തുള്ള അനുഭവം ആരാ ഉണ്ടാക്കുന്നത്? മനസ്സല്ലാണ്ട് ആരാ ഉണ്ടാക്കുക? അപ്പം മനസ്സിന് ജാഗ്രത അവസ്ഥയിൽ ബാഹ്യവസ്തുക്കളോടുകൂടിയുള്ള സമ്പർക്കം വഴി പല വിധത്തിലുള്ള അനുഭവം. എന്താ ഈ പല വിധത്തിലുള്ള അനുഭവം? 5 എണ്ണേ ഉള്ളൂ. ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ഈ 5 അനുഭവങ്ങളും അഹം തത്വത്തിൽ സ്ഥിരമായി ധ്യാനിച്ച് അതോടുകൂടി ഒരു താദാത്മ്യം വന്നാൽ എല്ലാ ഇന്ദ്രിയാനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും. അതും ഒരു സിദ്ധി തന്നെയാണ്. ഇതിന് പ്രാപ്തി എന്നാണ് പറയുക. ശാസ്ത്രങ്ങൾ വെറുതെയാണോ പറയുന്നത്? അക്ഷരം പ്രതി ശരിയാ. ഈ സിദ്ധിയൊക്കെ നിങ്ങൾക്ക് വേണോ എന്നുള്ളത് അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതും കൃഷ്ണൻ പറയുന്നുണ്ട്. ഇതൊക്കെ വിവരിച്ചതിന് ശേഷം ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് കൂലങ്കഷമായി വിചിന്തനം ചെയ്ത് ഒരു വിലയിരുത്തേണ്ട കാര്യമാണ്. അതും നമുക്ക് കാണാം. മഹത്യാത്മനിയ സൂത്രേ ധാരയേൻ മയി മാനസം
പ്രാകാശ്യം പാരമേഷ്ഠ്യം മേ വിന്ദതേ അവ്യക്തജന്മനഃ മഹതി സൂത്രേ ആത്മനി. ആദ്യം മഹത്തത്വത്തെക്കുറിച്ച് ഒരു ധ്യാനത്തിനെ പറ്റി പറഞ്ഞു. ഇപ്പോഴോ സൂത്രാത്മാവിനെ കുറിച്ച് ധ്യാനിക്കണം എന്നാ പറയണത്. മഹത്തത്വം അതിൽ ജ്ഞാനാത്മകമായിരുന്നു. ഇവിടെ ക്രിയാശക്തി, പ്രാണശക്തി പ്രധാനമാണ്. ആ സൂത്രാത്മാവിനെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുന്ന പക്ഷം മഹതി സൂത്രേ ആത്മനി, ഈ ലോകത്തിനെ മുഴുവനും ചലിപ്പിക്കുന്നതാണ്. അനന്തമായിരിക്കുന്ന വിശ്വത്തെ മുഴുവനും സ്പന്ദമാനമാക്കി, ചലനാത്മകമാക്കി, ഗമനാത്മകമാക്കി, ഭ്രമണാത്മകമാക്കി സംഭരിക്കുന്ന വിശേഷപ്പെട്ട ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ സൂത്രം എന്ന് പറയാൻ കാരണം എല്ലാറ്റിലും അനസ്യൂതം അങ്ങോട്ട് പാകി നിൽക്കുന്നതാണ്. ഒരു മുണ്ടിൽ, ഒരു വസ്ത്രത്തിൽ ഊടും പാവും എന്നതുപോലെ സർവ്വസ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സൂത്രാത്മാവാണ് ഞാൻ എന്ന് വിചാരിച്ച് എൻ്റെ സൂത്രാത്മഭാവം മനസ്സിൽ പുൽകി നുണഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുക. ഈശ്വരൻ സൂത്രാത്മാവായ ഈശ്വരൻ. ആ ഈശ്വരൻ എന്നുള്ള ഭാവം നിങ്ങൾ വിടരുത്. ഭക്തിയിൽ എപ്പോഴും ഈശ്വരനാണ് മുഖ്യം, അതാണ് സർവസ്വം. ആ ഈശ്വരനെ സൂത്രാത്മാവായി പരിഗണിക്കുക. അങ്ങനെ പരിഗണിച്ച് നിങ്ങളുടെ മനസ്സിൽ അതിലൊരു താദാത്മ്യം വരണം. മനസ്സിന് സഹ അവ്യക്തജന്മനഃ മേ പാരമേഷ്ഠ്യം പ്രാകാശ്യം വിന്ദതേ. ഈ സൂത്രാത്മാവ് എല്ലാ ദിക്കിലുമുണ്ട്. ഈ ലോകം മുഴുവനും ഊടും പാവും പോലെ ഈ സൂത്രാത്മാവിൽ നെയ്തെടുത്തിരിക്കുകയാണ്. ഈശ്വരനിൽ നെയ്തെടുത്തതാണ് ലോകം. അത് ഭൂമിയായാലും കൊള്ളാം, ആകാശമായാലും കൊള്ളാം, സൂര്യചന്ദ്രാദി ഗോളങ്ങളായാലും കൊള്ളാം, ഒക്കെ ഇങ്ങനെ നെയ്തെടുത്തിട്ടുള്ളതാണ്. എന്താ ഈ നെയ്തെടുത്തു എന്ന് പറയുമ്പോൾ, നെയ്തെടുത്തത് എന്തിലും നൂല് എവിടെയും ഉണ്ടാവും. നൂലില്ലാത്തൊരു നെയ്ത്തുണ്ടാവില്ല. അതിൻ്റെ ഏത് ഭാഗം എടുത്തോളൂ, ഒരു വസ്ത്രത്തിൻ്റെ കരയെടുത്തോളൂ, ബോർഡർ എടുത്തോളൂ, അതിൻ്റെ അറ്റം എടുത്തോളൂ, നീളം എടുത്തോളൂ, വീതി എടുത്തോളൂ, എവിടെ നോക്കിയാലും നൂല് തന്നെ. അതുപോലെ ഈ പ്രപഞ്ചം നെയ്തെടുത്തിരിക്കുകയാണ് ഈ പരമാത്മാവിൽ, പരമേശ്വരനിൽ. അങ്ങനെ ഇരിക്കുന്ന എന്നെ അവ്യക്തജന്മനഃ. വാസ്തവത്തിൽ ഞാൻ ആരാ? വ്യക്തജന്മാവല്ല, അവ്യക്തജന്മനഃ. അവ്യക്തമാണ് എൻ്റെ നില. മേ പാരമേഷ്ഠ്യം പ്രാകാശ്യം വിന്ദതേ. ആ വ്യാപകശക്തി പൂർണ്ണമായിട്ട് മനസ്സിലാക്കി സർവവ്യാപകമായി ധരിക്കുമ്പോൾ എവിടെയുള്ള എന്ത് പ്രകാശവും നമുക്ക് അനുഭവപ്പെടാമെന്ന്. ഇപ്പം നമുക്ക് അനുഭവപ്പെടുന്ന പ്രകാശം എവിടെയാ? ഭൂമിയുടെ മുകളിലിരുന്ന് സൂര്യൻ്റെ പ്രകാശം ഇവിടത്തോളം എത്തുമ്പോൾ നമ്മളത് കാണും. ഇവിടെ എത്താത്ത ചില നക്ഷത്ര പ്രകാശം ഇപ്പോഴും ഉണ്ടല്ലോ. ചില നക്ഷത്രങ്ങളുണ്ടത്രേ, ആ പ്രകാശം ഇനിയും ഭൂമിയിൽ എത്തിയിട്ടില്ല എന്ന്. അപ്പം ഇവിടെ എത്തുന്ന പ്രകാശമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആവുമ്പോഴോ വിശ്വകോശത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ പ്രകാശങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് ഇരിക്കുന്നിടത്ത് കണ്ണടച്ചിരുന്ന് കാണാമെന്ന്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ നിങ്ങൾ? കണ്ണടച്ച് കാണാമെന്ന്. ഇപ്പോഴത്തെ പ്രകാശം കണ്ണ് തുറന്ന് കാണുന്നതാ, അതൊക്കെ ഭൗമപ്രകാശങ്ങളാണ്. ഇത് കണ്ണടച്ചിരുന്നാൽ കാണാം. ഈ പറയുന്നതിൽ അതിശയമുണ്ടോ? അതിശയമില്ല. എന്താ കാരണം? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിലനിൽക്കുന്ന സാന്നിധ്യം സർവവ്യാപകമാണ്. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാഷ സർവമിതം വിഭാതി എന്നാണ് ഉപനിഷത്തിൻ്റെ നിരൂപണം. അതവിടെ സ്വയം പ്രകാശിക്കുമ്പോഴാണ് നമ്മുടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അഗ്നിയും മിന്നാമിനുങ്ങും ഒക്കെ പ്രകാശിക്കുന്നത്. ആ പ്രകാശത്തിന് അനുഗമിച്ച് പ്രകാശിക്കുന്നതൊഴികെ സ്വതന്ത്രമായ പ്രകാശം ഒന്നിനുമില്ല. അങ്ങനെയുള്ള പ്രകാശമാണ് ആത്മാവ്. അപ്പം ആ ആത്മാവിനെ കുറിച്ച് പ്രത്യേകിച്ചും സൂത്രാത്മാവായി ധ്യാനിച്ചാൽ എന്തുണ്ടാവും? എല്ലാ ദിക്കിലുമുള്ള പ്രകാശം നമുക്ക് അനുഭവപ്പെടും. പ്രാകാശ്യം എന്നാണ് ഈ സിദ്ധിക്ക് പേര്. വിഷ്ണൗത്രധീശ്വരേ ചിത്തം ധാരയേത് കാലവിഗ്രഹേ സ ഈശിത്വം അവാപ്നോതി ക്ഷേത്രജ്ഞചോദനാം. വിഷ്ണൗത്രധീശ്വരേ ചിത്തം ധാരയേത് കാലവിഗ്രഹേ. ആ പദങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വിഷ്ണു, മഹാവിഷ്ണുവിൽ. എങ്ങനത്തെ വിഷ്ണു? ത്രധീശ്വരേ, 3 ലോകത്തിനും അധീശ്വരനായിരിക്കുന്ന വിഷ്ണു. ആ വിഷ്ണുവിലാണ് ചിത്തം ധാരണം ചെയ്യേണ്ടത്. കാലവിഗ്രഹേ, കാലത്തിൻ്റെ സ്വരൂപനാണ്, കാലരൂപനാണ് ഈ വിഷ്ണു. അങ്ങനെയുള്ള കാലരൂപം എന്ന് പറഞ്ഞാൽ ജനിച്ചവരെ ഒക്കെ കൊല്ലും. ആർക്കൊക്കെ ഇവിടെ ജന്മമുണ്ടോ അസ്തിത്വമുണ്ടോ ഒക്കെ നശിപ്പിക്കുന്നതാണ് കാലം. അങ്ങനെ കാലം പോലെ കാലവിഗ്രഹനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഇങ്ങനെ ധ്യാനിച്ചാൽ സ ഈശിത്വമവാപ്നോതി ക്ഷേത്രജ്ഞചോദനാം. ആ ആൾക്ക് ഈശിത്വം എന്ന് പറയുന്ന സിദ്ധി വരുമത്രേ. എന്താണ് ഈ ഈശിത്വം? ത്രിധീശ്വരേ കാലവിഗ്രഹേ വിഷ്ണു
ചിത്തം ധാരയേത് സഹ ക്ഷേത്രജ്ഞചോദനാം ഈശിത്വം അവാപ്നോതി. അദ്ദേഹത്തിന് ആ ഈശിത്വം, എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ശക്തി, നിയന്ത്രിക്കുന്ന ശക്തി കൈവരുന്നു. എല്ലാ ദേഹത്തെയും ജീവനെയും ഒരുപോലെ നയിക്കാനുള്ള ശക്തി ഉണ്ടാവും. ഹി വിൽ ബിക്കം ദ ലീഡർ ഓഫ് വൺ ആൻഡ് ഓൾ. നമ്മുടെ നായകന്മാർ എന്തു വേണം? രാഷ്ട്രീയക്കാരടക്കം അവർ ഈ ഭാഗം, ഈ ശ്ലോകം വായിച്ച് എന്നും ഈ ധ്യാനം ചെയ്യണം. അപ്പം അവർക്ക് ധാരാളം അനുയായികളുണ്ടാവും. നല്ല പോലെ അവരെ നയിക്കാനും സാധിക്കും. ഇപ്പം അവർക്ക് നയിക്കാൻ പറ്റണില്ല. പിന്നണികളെ പിടിച്ചു നിർത്താനായിട്ട് എന്തൊക്കെയോ കാണിക്കും, എന്തെങ്കിലും പ്രകടനം നടത്തൂ, എന്തെങ്കിലും സ്ട്രൈക്ക് ഡിക്ലെയർ ചെയ്യുക. എന്താണ് ഇപ്പോൾ അവർക്ക് നയിക്കാനുള്ള വഴി? അതൊക്കെ മാറി നല്ല പോലെ നയിക്കാൻ അവർക്ക് സാധിക്കും. ക്ഷേത്രജ്ഞചോദനാം ഈശിത്വം അവാപ്നോതി. ആ വാക്ക് പറഞ്ഞത് നോക്കൂ. ക്ഷേത്രജ്ഞചോദനാം. ക്ഷേത്രജ്ഞൻ. എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. ക്ഷേത്രങ്ങൾ ഇവിടെ അനവധിയുണ്ട്, ക്ഷേത്രജ്ഞൻ ഒന്നേ ഉള്ളൂ. അപ്പം ആ ക്ഷേത്രജ്ഞനെ ചൊല്ലിയാണ് സർവ്വക്ഷേത്രങ്ങളും ഇവിടെ അനങ്ങണതും ഇളകണതും സ്പന്ദിക്കുന്നതും. അപ്പം ആ ക്ഷേത്രജ്ഞ ചോദനയായിരിക്കുന്ന ഈശിത്വം, ആ കൺട്രോൾ. അപ്പം ഈ ലോകം ഒരു നാഥനില്ലാത്തതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു, സൂര്യനും ഭ്രമണം ചെയ്യുന്നു. ഇതെല്ലാം കൂട്ടിയടിക്കാതെ നിൽക്കണമെങ്കിൽ ഇതിന് വലിയ ഒരു കൺട്രോളിങ് വേണം. അതില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇനി ഭൂമി മാത്രമാണോ ഭ്രമണം ചെയ്യുന്നത്? അല്ല. ഒരു അണുവിൻ്റെ ഉള്ളിലത്തെ സ്ഥിതി എന്താ? ഇലക്ട്രോൺസ് ഇങ്ങനെ കിടന്ന അതിവേഗത്തിൽ ചുറ്റുകയാണ് ന്യൂക്ലിയസിന് ചുറ്റും. അതും ഭ്രമിക്കുക. അപ്പോൾ ചെറിയ തോതിലുള്ള ഭ്രമണം, വലിയ തോതിലുള്ള ഭ്രമണം, കൂടുതൽ വലിയ തോതിൽ ബൃഹത്തായിട്ടുള്ള ഭ്രമണം, ഒക്കെ ഭ്രമണമാണ് ഇവിടെ. ഭ്രമണം, ചുറ്റിത്തിരിച്ച്, അങ്ങനെ പലതും ചുറ്റിത്തിരിയുമ്പോൾ അതിന് ഈ മുറിയുടെ ഉള്ളിൽ ഒരു 100 പന്ത് 100 ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നു എന്ന് വിചാരിച്ചാൽ, അങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചാൽ എത്രമാത്രം ഗൗരവമുള്ളതാവണം ആലോചിച്ച് നോക്കൂ. ഞാനൊരു സർക്കസ് കണ്ടു കൽക്കട്ടയിലിരിക്കുമ്പോൾ. അപ്പോൾ ആ സർക്കസിൽ വളരെ വിശേഷപ്പെട്ടൊരു കാര്യമായിരുന്നു അത്. എന്താ? ഒരു വലിയ കൂട, അത് ഇരുമ്പ് കൊണ്ടുള്ളതാണ്, അഴിയായിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു കൂട. അപ്പോൾ അതിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ മോട്ടോർ സൈക്കിളോട് കൂടിയിട്ടൊരാൾ. അത് ഒരാളല്ല, 2 ആൾ. ആ മോട്ടോർ സൈക്കിൾ ഒരാൾ ഇങ്ങനെ ചുറ്റും, ഒരാൾ ഇങ്ങനെയും ചുറ്റും. ആ 2 ആൾ കൂട്ടിയിടിക്കുന്നില്ല. അതുപോലെ അങ്ങോട്ടും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു 100 പന്തുകൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എണ്ണമറ്റ പന്തുകൾ ചുറ്റിത്തിരിയുക അവിടെ. അപ്പം അതിന് ഒരു നിയാമകനില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ത്രധീശ്വരേ കാലവിഗ്രഹേ വിഷ്ണു എന്ന് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇതെല്ലാം വാസ്തവമാണോ, ഇത് അഭ്യസിച്ചിട്ട് പ്രയോജനമുണ്ടോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. ഇത് വാസ്തവമാണോ എന്നുള്ള ചോദ്യത്തിന് ഭൂമാനന്ദ സ്വാമിജിക്ക് വ്യക്തമായ മറുപടി പറയാനുണ്ട്. എന്തിൻ്റെ പേരിൽ? ശാസ്ത്രത്തിൻ്റെ പേരിൽ. കൃഷ്ണ പരമാത്മാവായി നിങ്ങളോട് ഞാൻ മറുപടി പറയുന്നു. എന്താ മറുപടി പറയുന്നത്? എന്താണ് ഇങ്ങനെ ഒരു ഈശിത്വം സാധ്യമാണോ ചോദിച്ചാൽ സാധ്യമാണ്. എന്താ കാരണം? നിങ്ങളെല്ലാവരും സമ്മതിക്കുമല്ലോ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ വാസ്തവത്തിൽ ഈശ്വരൻ്റെ അംശമാണെന്ന്. ഒരു തീപ്പൊരിയുണ്ട്, ആ തീയുടെ അംശമാണ് തീപ്പൊരി. ആ പൊരിയിലുമുണ്ടല്ലോ ഔഷ്ണ്യം, പ്രകാശം, തീയിലുള്ളത് പോലെ. അതുപോലെ പരബ്രഹ്മത്തിലോ പരമേശ്വരനിലോ ഉള്ള ആ ഗുണങ്ങളും മഹിമകളും നമ്മുടെ ജീവനിലും ഉണ്ട്. പക്ഷേ ശരീരം പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളൊരു മനുഷ്യത്വം എന്നൊരു വിചാരം ചെറുപ്പം മുതൽക്കേ വന്നിരിക്കുകയാണ്. അമ്മ പ്രസവിച്ചത് ശരീരത്തെയാണല്ലോ. ആ ശരീരം എന്നുള്ള വിചാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് അതിന് ശരീരാതീതമായിരിക്കുന്ന ഒരു ഗണനയോ ഒരു ഭാവനയോ സാധ്യമല്ലാതെ വരിക. ആ ശരീരഭാവനയെ പുറന്തള്ളി അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടി ആത്മഭാവന പുറത്തു കൊണ്ടുവന്ന് വികസിപ്പിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ വികാസവും പ്രകാശവും മഹാത്മ്യവും വളർത്തണം. അതാണ് നമുക്ക് ആവശ്യം. അത് മനസ്സുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ധ്യാനമാണ് അതിനുള്ള വഴി. എങ്ങനെയാണ് ഈ ഈശിത്വം വരുന്നത് എന്ന് ചോദിച്ചാൽ, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രജ്ഞ വിഭാഗയോഗം 13-ാം അധ്യായം കേട്ടോളൂ. ക്ഷേത്രം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം എന്ന്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ ഇച്ഛാദ്വേഷഃ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതിഃ ഏതക്ഷേത്രം സമാസേന സവികാരം ഉദാഹൃതം. എന്താ അവിടെ പറയുന്നത്? ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇദം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് പറഞ്ഞാണ് കൃഷ്ണൻ തുടങ്ങിയത്. എന്നിട്ട് പറഞ്ഞു,
ഈ ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രജ്ഞൻ എന്താണെന്നും ഞാൻ വിശദമായിട്ട് പറയാം എന്ന്. ഞാൻ ഈ പറയുന്ന ക്ഷേത്രത്തിൽ ശരീരം എങ്ങനെ ഉൾപ്പെടുന്നുവോ അതുപോലെ മഹാഭൂതാനി, മഹാഭൂതങ്ങൾ മുഴുവൻ ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. അഹങ്കാരോ, കുറച്ചു മുമ്പ് ഞാൻ സംസാരിച്ചുവല്ലോ, ആ അഹങ്കാരം, ബുദ്ധി, അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതാണ്. അഹങ്കാരവും ബുദ്ധിയും മഹാഭൂതങ്ങൾ മാത്രമേ പുറത്തുള്ളൂ. അവ്യക്തമേവച, നാം ഈ പറയുന്ന അവ്യക്തം. ഇന്ദ്രിയാണി ദശൈകം ച, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, എല്ലാം കൂടി 10. പഞ്ചചേന്ദ്രിയ ഗോചരാ, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ. ഇച്ഛാദ്വേഷ, സുഖം ദുഃഖം. ഇച്ഛാദ്വേഷം, ശബ്ദസ്പർശ രസരൂപഗന്ധം. പിന്നെ ഇച്ഛ, മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന ഇച്ഛ, ആഗ്രഹം. ദ്വേഷം, വെറുപ്പ്. സുഖം ദുഃഖം, തുടർച്ചയായി ഉണ്ടാവുന്ന 2 അനുഭവങ്ങൾ. സംഘാതം, ഇതെല്ലാം കൂടിയിട്ടുള്ളതായ ദേഹം. ചേതന, അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതും ഉജ്ജീവിപ്പിക്കുന്നതുമായ ചേതന, കോൺഷ്യസ്നെസ്. ധൃതി, നമ്മുടെ ഒരു ശക്തി ഉണ്ടല്ലോ, വിൽ. ഏതത് ക്ഷേത്രം സമാസേന, ഇതൊക്കെ കൂടിയതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ക്ഷേത്രം അർജുന, ഒക്കെ കൂടിയത്. അതും ചുരുക്കി പറയുക. സവികാരമുദാഹൃതം, ഇതെല്ലാം തന്നെ വികാരഭരിതമാണ്. വികാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും വരുന്നതുമാണത്. അപ്പം ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞൻ ഉണർവായി വ്യാപിച്ചു കിടക്കുന്നു. അപ്പം നിങ്ങളുടെ ശരീരത്തിലുള്ള ജീവചേതസ് ഉണ്ടല്ലോ, ആ ജീവചേതസ് നിങ്ങളുടെ ശരീരത്തിൽ മാത്രമാണെന്നാണ് നിങ്ങളുടെ വിചാരം അങ്ങനെയാണ്. പക്ഷേ അത് തെറ്റാണ്. അതിനെ ഭേദിച്ച് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ? ഈ ശാസ്ത്രങ്ങൾ കേട്ടും പ്രവക്താക്കൾ പറയുന്നത് കേട്ടും തത്വജ്ഞാനികളുടെ മൊഴികൾ കേട്ടും. പരീക്ഷിത്ത് അത് ചെയ്തു. എന്ത് ചെയ്തു? ശുകമഹർഷി പറയണത് മുഴുവൻ വളരെ വളരെ പൂർണ്ണമായി തന്നെ ഉൾക്കൊണ്ടു. പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾ ഭൂമാനന്ദ സ്വാമിജി പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങൾ തന്നെ വേണം മറുപടി പറയാൻ. ഉൾക്കൊണ്ടാൽ അതുപോലെ ആവാം, ഉൾക്കൊണ്ടില്ലെങ്കിലോ ജന്മജന്മങ്ങൾ സാധിക്കില്ല. പരീക്ഷിത്ത് ഉൾക്കൊണ്ടുല്ലോ, സംശയങ്ങൾ ചോദിച്ചു, കൂടുതൽ വിവരണം ആവശ്യപ്പെട്ടു, അതൊക്കെ ശരിയാ. പക്ഷെ ഉൾക്കൊണ്ടില്ലേ? ഉൾക്കൊണ്ടതിൻ്റെ ഫലം എന്തായി? തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുൻപ് പരീക്ഷിത്ത് അവിടെയില്ല ആ കടിയേൽക്കാൻ. മഹാപാവം സർപ്പം വന്നു കടിച്ചു. ആ കടിവശത്തിൽ നിന്ന് ദേഹം വെണ്ണീറായി, തീയായി, ഒക്കെ കഴിഞ്ഞു. പക്ഷെ പരീക്ഷിത്ത് അവിടെയില്ല. അതാണ് പരിണാമം. അപ്പം എങ്ങനെയാണ് ഈ ധ്യാനം കൊണ്ട് വിഷ്ണുത്രധീശ്വരേ ചിത്തം ധാരയേത് കാലവിഗ്രഹേ സ ഈശിത്വമവാപ്നോതി ക്ഷേത്രജ്ഞചോദനാം. എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞന് എത്രയൊക്കെ ചോദനാശക്തിയുണ്ടോ അത് മുഴുവനും കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു അതിശയവാക്കായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഒരു മിനിമം പരമാർത്ഥമാണത്. ആ പരമാർത്ഥം സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ലൗകികം എന്ന് പറയുന്ന ആ നില വിട്ട് സൂക്ഷ്മമായിരിക്കുന്ന ഒരു നിലയിൽ ചിന്തിച്ച് വിചാരം ചെയ്യാൻ പുറപ്പെടണം. വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കുന്ന മനസ്സെന്താണ്, ചിന്ത എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. മനസ്സ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ? അതെ. ആ മനസ്സല്ലേ ചിന്തിക്കുന്നത്? അതെ. ആ ചിന്ത നിങ്ങളല്ലെങ്കിൽ ആരാ കണ്ടുപിടിക്കുക? ഓരോ ചിന്തയും വരുമ്പോഴാണല്ലോ അതിനനുസൃതമായി നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചിന്തയെ നിങ്ങൾ ഉണരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉത്പത്തി സ്ഥാനം കണ്ടുപിടിക്കുന്നില്ല, അതിൻ്റെ വിലയക്രമം മനസ്സിലാക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. അവിടെ കടന്നുകൂടിക്കോളൂ. അതിനാണ് ധ്യാനം. എന്താ ധ്യാനം എന്ന് പറയുന്നത്? മനുഷ്യനല്ലേ? വെളുപ്പാൻ കാലത്ത് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നത് വരെ ഈ നായ മാതിരി ഓടി നടന്നാൽ മതിയോ? ഓടി നടത്തം മാത്രമേ നമുക്ക് വേണ്ടൂ. 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒരിടത്ത് ഇരിക്കൂ, ഇരുന്നിട്ട് കണ്ണടയ്ക്കൂ. ആ ഉള്ളിൽ കിടക്കുന്ന കോലാഹലങ്ങൾ, ഉള്ളിൽ നടക്കുന്ന കോലാഹലം എന്താണെന്നൊന്ന് മനസ്സിലാക്കൂ. അവിടെ കൊടുങ്കാറ്റുണ്ടാവാം, പേമാരി ഉണ്ടാവാം, അവിടെ സുനാമി ഉണ്ടാവാം, അവിടെ യുദ്ധമുണ്ടാവാം, കലഹങ്ങളുണ്ടാവാം. ഇതൊക്കെ മനസ്സ് തൊടുത്തുവിടുന്നതാണ്. ആ മനസ്സിനെ ഒന്ന് ഉണരാൻ നോക്കൂ. ചിന്തകളെങ്ങനെ കുഴിയാന പോലെ കുഴിഞ്ഞു ചെന്ന് അതിനെ മനസ്സിലാക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഗ്രഹിക്കാൻ ഞാൻ പറയുമ്പോൾ അത് ഇത്ര അപ്രസക്തമാണോ അതോ തികഞ്ഞ പ്രസക്തമോ? അത് അത്യാവശ്യമാണോ അതോ ഒഴിച്ചുവിടാവുന്നതാണോ? നിങ്ങൾ എന്നെ ആലോചിച്ച് മറുപടി പറയും. നാരായണേ തുരീയാഖ്യേ ഭഗവത് ശബ്ദശബ്ദിതേ മനോമയി ആദധദ്യോഗി മദ്ധർമ്മ വശിതാം ഇയാത്. നാരായണേ തുരീയാഖ്യേ ഭഗവത് ശബ്ദശബ്ദിതേ. നോക്കൂ, അതിൻ്റെ ഉള്ളിൽ എത്രയാ തത്വം ഉപദേശിക്കുന്നത്. നമ്മൾ നാരായണ, കൃഷ്ണ, മുകുന്ദ, ഹരേ
ജഗത്പതേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് ഭഗവാന്. ആ നാരായണൻ ആരാ? നമ്മളിങ്ങനെ വിളിച്ചാൽ വിളി കേട്ട് ഓടി വരുന്ന ആളാണോ? കാതും മൂക്കും കണ്ണും ഒക്കെ ആയിട്ട് ഓടി നടക്കുകയാണോ? ആലോചിച്ച് നോക്കണം നിങ്ങൾ. നാരായണേ തുരീയാഖ്യേ, നരന് ഗതിയും ആശ്രയവുമായിട്ടുള്ളതാണ് നാരായണൻ. ആ നാരായണൻ വാസ്തവത്തിൽ ആരാ? തുരീയാഖ്യേ, തുരീയം എന്ന പേരോട് കൂടിയത്. തുരീയം എന്നുള്ള വാക്ക് മുൻപ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും അല്ലെങ്കിൽ 1-2 തവണയെങ്കിലും. നാലാമത്തത് എന്നാണ് അർത്ഥം. അപ്പം നാലാമത്തത് എന്ന് പറയുമ്പോൾ മൂന്നാരാ? എന്താണ് ഈ 3? ജാഗ്രത അവസ്ഥ, സുഷുപ്തി എന്ന് പറയുന്ന ഉറക്കം, അതിൻ്റെ ഇടയിലുള്ളതായ സ്വപ്നം. ഈ 3 അവസ്ഥകളാണ്. ഈ 3 അവസ്ഥകൾ ആരെ അല്ലെങ്കിൽ എന്തിനെ ചൊല്ലി ഉണ്ടാവുന്നുവോ, ആരാണോ ഇത് 3ഉം രചിക്കുന്നത്, ഒന്നിൽ നിന്ന് മറ്റൊന്ന്, മറ്റൊന്നിൽ നിന്ന് മൂന്നാമത്തത്, പിന്നെ രണ്ടാമത് ഒന്നിലേക്ക് ചെല്ലുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. 3 മുറിയുള്ള ഒരു വീട്ടിൽ ജീവിക്കുന്ന ഗൃഹവാസിയെപ്പോലെ ആ ആളാണ് തുരീയം. അപ്പോൾ വാസ്തവത്തിൽ നാരായണൻ ആരാ? ഭാഗവതം പറയുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള തുരീയമാണ്. അപ്പോൾ ഈശ്വരൻ്റെ ഡെഫിനിഷൻ, വിവരണം എന്തായി? ഈശ്വരൻ അറിയില്ല, കാണാൻ പറ്റില്ല, വിളിക്കാനേ പറ്റുള്ളൂ, ജന്മജന്മങ്ങൾ വേണം, എത്രയോ പുണ്യം വേണം, ഞാനൊന്നും കൂട്ടിയാൽ പറ്റില്ലേ എന്ന് നിങ്ങൾ പറയണോ? അതോ എൻ്റെ ഉള്ളിലുള്ളതായ 4ാമത്തെ ഘടകമാണ് ജാഗ്രത. എനിക്കറിയാം ഉണർന്നിരിക്കുന്ന നില. ഉറക്കവും എനിക്കറിയാം, ഞാൻ എന്നും ഉറങ്ങുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സ്വപ്നവും കാണും. ഈ 3മല്ലാതെ 3നും അധിഷ്ഠാനമായിരിക്കുന്ന ആ വിശേഷപ്പെട്ട സത്താവിശേഷം, ആ സാക്ഷി, അതാണ് തുരീയം. ഭഗവത് ശബ്ദശബ്ദിതേ, ഈ തുര്യത്തിനെയാണ് ഭഗവാൻ എന്നിങ്ങനെ നാം വിശേഷിപ്പിക്കുന്നത്. മനോമയി ആധതദ്യോഗി, അങ്ങനെയുള്ള എന്നിൽ മനസ്സിനെ ആധാനം ചെയ്യണം. ഭഗവത് ശബ്ദശബ്ദിതേ തുരീയാഖ്യേ നാരായണേ മയി മനോ ആദതത് യോഗി. മനസ്സിനെ എന്നിൽ ആധാനം ചെയ്ത് ഇങ്ങനെ നിർത്തി പരിചയിച്ചാൽ മദ്ധർമ്മ വശിതാം യാത്, എന്നെപ്പോലെ ജീവജാലങ്ങളിൽ സ്വാധീനമുണ്ടാവും. എന്താണ് എന്നെപ്പോലെയുള്ള സ്വാധീനം? എനിക്ക് നിഗ്രഹിക്കാനും രക്ഷിക്കാനും ഒരുപോലെ സാധിക്കും. പല കുട്ടികളും അച്ഛനമ്മമാർ പറഞ്ഞാൽ കേൾക്കാതെ ധൂർത്തന്മാരും ദുർമാർഗികളുമായി നടക്കുന്നു. പക്ഷെ അച്ഛനമ്മമാരുടെ മനസ്സ് ചൂള പോലെയാവുക. എന്നാലും വന്ന് ചോദിച്ചാൽ ചെക്ക് എഴുതി കൊടുക്കും. അത് നിർത്തില്ല അവർ. അങ്ങനെ ആശാപാശമുണ്ട്. ഭഗവാൻ അതില്ല. ഗജേന്ദ്രനെ മുതല കടിച്ചു, നിവൃത്തിയില്ലാതെ ഗജേന്ദ്രൻ കൂവി, താമരത്തണ്ടും പൂവും വലിച്ചെറിഞ്ഞു. അവിടെ പ്രത്യക്ഷപ്പെട്ടു, അടുത്തു വന്നു, ആനയെ പിടിച്ച് പുറത്തേക്ക് കയറ്റി അങ്ങോട്ട് മുറിച്ചു മുതലയുടെ വായ. ഒരു മകൻ ഇനിയൊരു മകനെ കടിച്ചാൽ നിങ്ങൾ ആരെങ്കിലും കവിള് മുറിച്ച് വിടിയിക്കുമോ? ഞാൻ ചോദിക്കാറുണ്ട്. ഇത് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ചിന്തിക്കാതെ പറ്റില്ലേ? ഞാൻ നിങ്ങളോടും പറഞ്ഞു കാണും. പിന്നെ പറയാൻ പോണതും അതുപോലെ തന്നെയാണ്. മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ആരുണ്ട്? ഗരുഡൻ, പാമ്പ്, അനന്തൻ. 2 ആളും ശത്രുക്കളാ. അവിടെ വരുമ്പോൾ ശത്രുതയൊന്നുമില്ല, മിത്രങ്ങളാ. ഇതാണ് ഭഗവാനുള്ള സ്വാധീനം. ശിക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം, മനസ്ഥിതി, അതിനുള്ള നിസ്സംഗത, ഒരുപോലെ നിർത്താനുള്ള വൈഭവം. 2 പേരും അവരുടെ ശത്രുത അങ്ങോട്ട് വിട്ടു ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ. ഞങ്ങൾ വല്ലയിടത്തും ശത്രുക്കളാ, പക്ഷേ പരമേശ്വരൻ്റെ അടുത്ത് മിത്രങ്ങളാണ്. അതുപോലെ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളിൽ കടന്ന് സ്വാധീനിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന്. ഈ തുരീയാഖ്യം എന്നുള്ളത് വളരെയധികം ഭക്തന്മാർ ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം, വേദവ്യാസൻ, ശുകമഹർഷി, ഞങ്ങളെപ്പോലെയുള്ള പ്രവക്താക്കൾ എല്ലാവരും ഈ മാതിരിയുള്ള ഭാഗങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് തത്വോപദേശം, തത്വജ്ഞാനം ഉദിപ്പിക്കുന്നത് നിങ്ങളിൽ. എന്താണത്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്നത് പലതുമാണ്. അവിടെ ചിന്ത ധാരാളം വരുന്നു. ഒരു ചിന്തയാണെങ്കിൽ ഒരു ചിന്തകനേ ഉള്ളൂ എന്ന് പറയാം. ഇതെന്തായി? ഓരോരിക്കലും ഓരോ ചിന്തയാണ് പുറപ്പെടുന്നത്. അത് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് മാഞ്ഞുപോയി, പിന്നെ പുതിയതൊന്ന് ഉദിക്കുകയാണ് ചെയ്യുന്നത്. എന്താ അതിനർത്ഥം? ഓരോ തവണയും ഒരു പ്രക്രിയ, വിചിന്തനം അല്ലെങ്കിൽ ചിന്തനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നു. ആ പ്രക്രിയയുടെ പരിണത ഫലമാണ് ഒരു ചിന്ത, ഒരു പ്രോഡക്റ്റ്, ഔട്ട്കമാണത്. അപ്പോൾ ഒരു ചിന്ത ഉണ്ടാവാൻ ഒരു പ്രക്രിയ, ചിന്തനം. ആ ക്രിയ നടക്കണമെങ്കിൽ ഒരു കർത്താവ് വേണം, അതാണ് ചിന്തകൻ. അപ്പൊ ചിന്തകൻ, ചിന്തനം, ചിന്ത, ഇത് 3 ഇല്ലാതെ പറ്റില്ലല്ലോ. ചിന്തിക്കാതെ ഇരിക്കുമ്പോഴോ ഇത് 3 അപ്പോൾ അവിടെ 4ാമതും ഒരെണ്ണം വേണം. എന്താണോ ചിന്തകനാവുന്നത്, എന്നിട്ട് ചിന്തനം എന്ന് പറയുന്ന പ്രക്രിയയെ തൊടുത്തുവിടുന്നത്, അതിൻ്റെ പരിണതഫലമായ ചിന്ത ഉത്പാദിപ്പിക്കുന്നത്,
ആ മൂലപ്പൊരുൾ, അതാണ് തുരീയം. അങ്ങനെയൊന്നും ഇല്ലേ നിങ്ങളുടെ ഉള്ളിൽ? ഇല്ല എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഉണ്ട് സ്വാമിജി. എവിടെയാ? ഞങ്ങളുടെ ഉള്ളിൽ. അപ്പം മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കണം. പറ്റുമോ? ആവോ? പറ്റില്ല എന്ന് പറയുമോ നിങ്ങൾ? ഈ അധ്യാത്മത്തിൽ പറയുന്ന ഒരു ശബ്ദം പോലും നീക്കി നിർത്താൻ പറ്റില്ല. ഒക്കെ അനുഭവസിദ്ധമാണ്. ഒക്കെ അനുഭവസിദ്ധമാണ്. ഒറ്റ ആൾ അതിനെ ചോദ്യം ചെയ്യരുത്. എത്ര വലിയ നിരീശ്വരവാസിയും ഇവിടെ മുമ്പിൽ നിൽക്കട്ടെ. എടോ, താൻ ചിന്തിക്കുന്നുണ്ടോ? ഉവ്വ്. ചിന്ത അല്ലെങ്കിൽ വിചിന്തനം എന്ന് പറയുന്നത് ഒരു ക്രിയ, കർമ്മമല്ലേ, ഒരു പ്രോസസ്സല്ലേ? അതെ. അത് ഒരു കർത്താവിൽ നിന്നല്ലേ ഉണ്ടാവുള്ളൂ ക്രിയ? അതെ. അപ്പൊ തൻ്റെ ഉള്ളിൽ ഒരു ചിന്തകനുണ്ടോ? ഉവ്വ്. ആ ചിന്തകൻ ചിന്തിച്ചിട്ടല്ലേ ചിന്ത എന്ന് പറയുന്ന പ്രോഡക്റ്റ്, ഉത്പന്നം, ഔട്ട്കം ഉണ്ടാവുന്നത്? അതെ. അപ്പം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാ? 3 സാധനം: ചിന്തകൻ, വിചിന്തനം, ചിന്ത. ഇത് മൂന്നിനെയും തൊടുത്തു വിടുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ മൂലപ്പൊരുൾ എന്താ? ഒന്ന് വേണ്ടേ? വേണം. 4-മത്തത് അതാണ് ആത്മ, അതാണ് ഈശ്വരൻ. മനസ്സിലാക്കിക്കോളൂ. അപ്പം അയാൾ എന്ത് ചെയ്യും? നിരീശ്വരവാസി എന്നുള്ള നിലപ്പോ നടക്കുമോ? അവിടെ ഞാൻ ഈശ്വരനൊന്നും പറ്റി പറയുന്നില്ല. അവിടെ പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലത്തെ വർത്തമാനാ പറയുന്നത്. വേറൊരു വാക്ക് ഇവിടെ മിണ്ടുന്നില്ല. ഞങ്ങളുടെ ഈശ്വരൻ തുരീയമാണ്, 4-മത്തതാണ്. അത് ജാഗ്രത എന്ന് പറഞ്ഞ ഉണർന്നിരിക്കുന്നത് അവസ്ഥയല്ല, ഉറങ്ങുന്നതുമല്ല, സ്വപ്നം കാണുന്നതുമല്ല. ഇത് മൂന്നും ആരുണ്ടാക്കുന്നുവോ, ആര് കാണുന്നുവോ, ആരനുഭവിക്കുന്നുവോ, അല്ലെങ്കിൽ എന്തനുഭവിക്കുന്നുവോ അതാണ് ഞങ്ങളുടെ ഈശ്വരൻ. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ, ഈസ് ദെയർ എനി മെറ്റീരിയലിസ്റ്റ് ഇൻ ദ ഹോൾ യൂണിവേഴ്സ്? ഐ എം ആസ്കിങ്. ഈ വിശ്വകോശത്തിൽ ഏതെങ്കിലും ഒരു യുക്തിവാദി ഇവിടെ ഉണ്ടാവുമോ ഇത് ശരിയല്ല എന്ന് പറയാൻ? ഞങ്ങളുടെ ഈശ്വരൻ ഇതാണ്, ഇത് മാത്രമാണ്, ഇത് തന്നെയാണ്, വേറൊന്നല്ല. നാരായണേ തുരീയാഖ്യേ ഭഗവത് ശബ്ദശബ്ദിതേ മനോമയി ആദധദ്യോഗി മദ്ധർമ്മ വശിതാം ഇയാത്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി 3 അവസ്ഥകളെ എങ്ങനെ നിയന്ത്രിക്കുന്നുവോ അതേപോലെ ഈ ജാഗ്രത അവസ്ഥയിൽ കാണുന്ന പ്രപഞ്ച വസ്തുക്കളെയും നിയന്ത്രിക്കാനുള്ള ശക്തി ഈ തുരീയധാരണം ചെയ്യുന്ന ഭക്തന് ഉണ്ടാകും. എന്തു പറയണു നിങ്ങൾ? എന്തു പറയണു? എത്രയായി ഇപ്പോൾ വിവരിക്കണു? ഒരേ സമയം ഒരേ തരത്തിലുള്ള ധ്യാനമാണ്, ഒരേ മനസ്സാണിത് ചെയ്യുന്നത്. ആ മനസ്സിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഘടകത്തിലാണ് ഈ മാറ്റം. ധ്യാനിക്കുന്ന മനസ്സ് ഒന്നേ ഒന്ന്. പക്ഷെ എന്തിലാണോ ഈ ധ്യാനം നിക്ഷേപിക്കുന്നത്, വയ്ക്കുന്നത്, അവിടെയാണ് വ്യത്യാസം. അപ്പം ആ തുരീയം പോലെ നാരായണൻ എന്ന് പറയുന്ന ആ ഭഗവത് ശബ്ദശബ്ദിതം, ആ ഭഗവാനിൽ ധ്യാനിക്കുന്നവർക്ക് ഈ ശക്തി ഉണ്ടാവും. വശിത്വം എന്ന് പറയുന്നത്, വശിത്വം എല്ലാ ജീവന്മാരെയും സ്വാധീനിക്കാനുള്ള ശക്തി. നിർഗുണേ ബ്രഹ്മണിമയി ധാരയൻ വിശദം മനഃ പരമാനന്ദമാപ്നോതി എത്ര കാമോ വസീയതേ. ഈ ഭാഗവത കർത്താവിനെ എത്ര സമ്മാനിച്ചാലും പ്രണമിച്ചാലും പോരാ കേട്ടോ. അദ്ദേഹം തുടങ്ങിയത് വിടുന്ന അണിമാ മഹിമാ ചൈവ ലഘിമാ ഗരിമാ തഥാ പ്രാപ്തി പ്രാകാശ്യമീഷിത്വം വശിത്വം ചാഷ്ടസിദ്ധയ. 8 സിദ്ധികളെക്കുറിച്ച് പറഞ്ഞു. ഇനി അദ്ദേഹം പറയണത് നോക്കൂ. നിർഗുണേ ബ്രഹ്മണിമയി. കാത് കടം മേടിച്ച് കേട്ടോളൂ. ഇതുവരെ കേട്ടതിൽ 2 കാതുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. ഈ പറയുന്നതിൽ നിങ്ങൾക്ക് 4 40 കാത് വേണം. നിർഗുണേ ബ്രഹ്മണിമയി ധാരയൻ വിശദം മനഃ പരമാനന്ദമാപ്നോതി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ സിദ്ധികളൊക്കെയാണോ ആവശ്യം, അതോ പരമാനന്ദ നിർഭരതയോ വേണ്ടത്? എനിക്ക് ഉണ്ടാകാം, ഇല്ലാതെ ഇരിക്കാം, ഞാൻ വിജയിക്കാം, അല്ലെങ്കിൽ പരാജയപ്പെടാം. എൻ്റെ കുട്ടികൾ പറഞ്ഞത് കേൾക്കാം, ഇല്ലെങ്കിൽ കേൾക്കാതെ ഇരിക്കാം. അനുരൂപയായ ഭാര്യ അല്ലെങ്കിൽ അനുരൂപനായ ഭർത്താവ് ഉണ്ടാകാം, ഇല്ലാതെ ഇരിക്കാം. പല വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവാം. എന്തൊക്കെ വന്നാലും എൻ്റെ ഈശ്വര, എൻ്റെ മനസ്സിന് ഒരു തരത്തിലും ഒരു കുറവോ ഒരു കോട്ടമോ തോന്നരുത്. ഞാൻ ആനന്ദ നിർഭരയായിരിക്കണം എന്നുള്ളൊരു തോന്നലല്ലേ നിങ്ങൾക്ക് ആവശ്യം? അതോ ഈ സിദ്ധികളുടെ ഒക്കെ പിന്നാലെ പോണോ? അപ്പം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഭാഗവതം നമ്മെ പഠിപ്പിക്കുകയാണ് താരതമ്യ പഠനം. കേൾക്കാൻ ഗംഭീരവും മഹത്വം ആകർഷകവും ഭീഷ്മവുമായിരിക്കുന്ന സിദ്ധികളെ മുൻപിൽ അവതരിപ്പിച്ചു. എന്നിട്ട് താരതമ്യപ്പെടുത്തി പറയാണ് നിർഗുണേ ബ്രഹ്മണിമയി. ഞാൻ പല വിധത്തിലുള്ള ശക്തികളും യോഗ്യതകളും ഉള്ളവനാണല്ലോ. വിസ്മയാവഹമായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടം മുഴുവനും രചിച്ച് സംഭരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ആൾക്ക് വേറെ ഒരു ഭാവമുണ്ടെന്ന്.
അതെന്താ? നിർഗുണേ ബ്രഹ്മണിമയീ. നിങ്ങൾ ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈ പുറത്ത് കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവും സംധാരകനും എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഒരു മായാവിലാസമാണ്. വാസ്തവത്തിൽ ഭഗവാൻ നിർഗുണനാണ്, നിർഗുണ ബ്രഹ്മമാണ്. അപ്പം നിർഗുണ ബ്രഹ്മമായിരിക്കുന്ന എന്നിൽ മയി വിശദം മനഃ ധാരയൻ, ആ മനസ്സിനെ വളരെ വെടുപ്പായി വിശദമായി ഉറപ്പിച്ചങ്ങോട്ട് നിർത്തുവാണെങ്കിലോ ആ യോഗിക്ക് പരമാനന്ദമാപ്നോതി. നിങ്ങൾക്ക് അടിമ കിട്ടി, മഹിമ കിട്ടി, പ്രാപ്തി കിട്ടി, എന്നിട്ടോ ഇതൊക്കെ ഒരു യോഗ്യതയാണ്. ഇപ്പം പണം കിട്ടി, എന്നിട്ടോ സന്തോഷം. ആ സന്തോഷം പണമില്ലാതെ എപ്പോഴും ഉണ്ടെങ്കിലോ പിന്നെ പണം വേണോ? അതോ വേണ്ടത്തോളം കിട്ടിയെന്ന് പറയണോ? നല്ലപോലെ ആലോചിച്ച് നോക്കൂ. പരമാനന്ദമാപ്നോതി, ആ ആൾക്ക് പരമാനന്ദം കിട്ടുമത്രേ. അതിനെന്ത് വേണം? നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തണം. എത്ര കാമഹ അവസീയതേ, എവിടെയാണോ ആഗ്രഹങ്ങൾ മുഴുവനും തേഞ്ഞ് മാഞ്ഞ് ഇല്ലാതെയാവുന്നത്. ഇനി എനിക്ക് ഈ ലോകത്തിൽ ആഗ്രഹം എന്നൊന്നില്ല, ഒന്നും എനിക്ക് വേണ്ട, സർവ്വതും കിട്ടിക്കഴിഞ്ഞു. എല്ലാ ആഗ്രഹങ്ങളും കിട്ടിയാൽ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിൻ്റെ പരമമായിരിക്കുന്ന അളവാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ആനന്ദസാഗരത്തിൽ ആറാടി തത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. എത്ര കാമോവസീയതേ, കാമം തീരെ അങ്കുരിക്കുന്നില്ല. എന്തിനാ ആഗ്രഹം? ആഗ്രഹം നിറവേറ്റാൻ. നിറവേറിയാലോ സന്തോഷം. ആ സന്തോഷം ആഗ്രഹത്തിന് മുമ്പേ ഉണ്ടെങ്കിലോ പിന്നെ ആഗ്രഹിക്കണോ? വേണ്ട. ആഗ്രഹം ബിക്കംസ് അനാവശ്യം, റിഡണ്ടൻ്റ് ആയിത്തീരണു. പരമാനന്ദമാപ്നോതി എത്ര കാമോവസീയതേ. സിദ്ധികൾ ഭൗതികമാകാം, ആധ്യാത്മികവുമാവാം. കാമാവസായിത്വം എന്ന് പറയുന്നതും ഒരു സിദ്ധി തന്നെ. ഒരാഗ്രഹവുമില്ലാതെ കഴിയാനുള്ള സാമർഥ്യമാണ് ഈ കാമാവിസായിത്വം. ഒരാഗ്രഹവുമില്ലാതെ കഴിയാൻ, ഈ ലോകത്തിൽ കൈ വീശി അങ്ങോട്ട് നടക്കുക. എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കണ്ടോട്ടെ, വന്നോട്ടെ, പൊയ്ക്കോട്ടെ, യാദൃച്ഛികമായി അങ്ങോട്ട് ജീവിക്കുക. അതാണല്ലോ യതീശ്വരന്മാർ, സന്യാസിമാർ ചെയ്യുന്നത്. സന്യാസിമാർക്ക് എന്താ മെച്ചം? അവർ സന്തുഷ്ടചിത്തരാണ്. അവർക്ക് വന്നാൽ വന്നു, പോയാൽ പോയി. അവർ സന്യസിച്ചത് എന്തിനാ? ഇഷ്ടപ്രകാരം. എല്ലാം വിട്ടിട്ടാണ് സന്യസിക്കുന്നത്. എല്ലാം വിട്ട് സന്യസിച്ചവർക്ക് എന്തിനെങ്കിലും കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി എങ്ങാനും അവർ ദുഃഖിക്കുകയാണെങ്കിലും ഈശ്വരൻ്റെ മുൻപിലേ ദുഃഖിക്കുള്ളൂ, കരയുള്ളൂ, ആവലാതി പറയുള്ളൂ. ലോകരുടെ മുൻപിൽ പറയില്ല. പട്ടിണിയാണെങ്കിൽ അത് സഹിക്കും, മരണമാണെങ്കിൽ അത് നേരിടും. ഇതാണ് അവരുടെ നില. എത്ര സന്യാസിമാർ ഭാരതത്തിലുണ്ട്. നിങ്ങൾ ഈ ന്യൂസ് പേപ്പറിൽ അയാളൊരു കളവ് ചെയ്തു, ഇയാളൊരു കളവ് ചെയ്തു, അയാളുടെ കയ്യിൽ കുറേ പണമുണ്ട്, ഇയാളുടെ കോടിയുണ്ട്, ഇതൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നതാ. എത്ര പേരെക്കുറിച്ച് വായിക്കും? 1, 2, 3, 4 വായിക്കും. എന്നാൽ നമ്മുടെ രാജ്യത്തിലുള്ള സന്യാസിമാരുടെ സംഖ്യ എത്രയാണ്? 1000കണക്കിന് സന്യാസിമാരാണ്. അവരെക്കുറിച്ചൊന്നും പത്രത്തിന് ഒന്നും എഴുതാൻ പറ്റില്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് സന്യാസിമാർ വരും. അവർ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചും അവരോട് നല്ല ഔദാര്യവും സ്നേഹമൊക്കെ ഉണ്ട്. തൽക്കാലം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യമില്ല, 1-2 കെട്ടിടം പൊളിച്ച് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ വരും, ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല, നിങ്ങൾക്ക് യാത്ര സുഗമമാവട്ടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കുറച്ച് പൈസയും, ആ സമയത്ത് ആഹാരം കാപ്പിയാണെങ്കിൽ കാപ്പി, പ്രാതലാണെങ്കിൽ പ്രാതൽ, ഊണാണെങ്കിൽ ഊണ് കഴിച്ച് അവരോട് പറയുന്നത് ഭിക്ഷ കഴിച്ചിട്ട് പോകൂ എന്നാണ് പറയുക. എനിക്ക് അവരെ കാണുന്നത് തന്നെ സന്തോഷമാണ്. ബാക്കിയുള്ളവരൊക്കെ മണിമാളികയിൽ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് മനസ്സിന് അവർക്ക് പിന്നെയും ദുഃഖം. ഒന്നുമില്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് ദുഃഖം, ഭർത്താവിനെക്കുറിച്ച് ദുഃഖം. ഇവർക്ക് ഒരു ദുഃഖമില്ലല്ലോ. പരമാനന്ദത്തോടു കൂടി നടക്കുന്നില്ല അവർ. ആ നടക്കുന്ന സമയത്ത് അവരുടെ സ്ഥിതി എന്താ? അതാണ് ശങ്കരാചാര്യർ കൗബീന പഞ്ചകം എന്ന് പറഞ്ഞൊരു പഞ്ചകം എഴുതിയത്. വെറുതെ അദ്ദേഹം എഴുതിയതാണ്. മൂലം തരോ കേവലമാശ്രയന്തഃ പാണിദ്വയം ഭോക്തുമമന്ത്രയന്തഃ കന്ധാമിവ ശ്രീമവികുത്സയന്തഃ കൗബീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. കൗബീനം, കോണം മാത്രം ഉടുത്തുകൊണ്ട് നടക്കുന്നതായ സന്യാസിമാരുണ്ടല്ലോ, അവരാണ് ലോകത്തിൽ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് ഭാഗ്യവാന്മാർ? കാരണം എന്താ? മൂലം തരോ കേവലമാശ്രയന്തഃ. അവരെങ്ങനെ നടക്കുമ്പോൾ നല്ല ക്ഷീണമുള്ളപ്പോൾ പിന്നെ ഉറക്കം വിളിച്ചു വരുത്തണ്ട. വൈകുന്നേരം കിടക്കുമ്പോഴേക്കും അസലായിട്ട് ഉറങ്ങു വരും. എന്താ? നടത്താണ്. പിന്നെ ഒരു ദിവസം 25-30 കിലോമീറ്ററൊക്കെ നടക്കും. ധാരാളം മതിയല്ലോ. നമ്മുടെ ഇവിടെ ഡോക്ടർ നിർബന്ധിച്ച് 5 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ അത് 50 മീറ്ററിൽ അവസാനിപ്പിക്കും. ഇതാണ് നമ്മുടെ നില. അവർക്ക് നടന്നേ പറ്റൂ.
അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം തോന്നിയാൽ മൂലം തരോ കേവലമാശ്രയന്ത, ഏതെങ്കിലും ഒരു മരം, അതിന് തണലുണ്ട്, നട്ടുച്ചയായിക്കോട്ടെ, അതിൻ്റെ അടിയിൽ ചെന്നു അങ്ങനെ കൂടി 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ് ഒന്ന് തളർച്ചയൊക്കെ മാറി എണീറ്റു ആദ്യം നടന്നു. കേവലമാശ്രയന്ത, അവരൊരു മരത്തടിയുടെ തണലേ ആവശ്യപ്പെടുന്നുള്ളൂ, അതിൻ്റെ അടി. മൂലം തരോ കേവലമാശ്രയന്ത പാണിദ്വയം ഭോക്തും അമന്ത്രയന്ത, അവർ ഊണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. എങ്ങനെ? 2 കൈ നീട്ടി അതിൽ കൊള്ളാവുന്നത് ഒരു വീട്ടിൽ നിന്ന്, ഒരു ഗൃഹത്തിൽ നിന്ന് കിട്ടിയാൽ അവർക്ക് സന്തോഷമാണ്. വയറ് നിറഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടിയും തരുമെന്ന് അവർ പറയില്ല, അടുത്ത വീട്ടിലേക്ക് ചെല്ലും. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, കേൾക്കൂ. നിങ്ങളോട് ആരാ അത് പറയുക? ആരും പറയില്ല, ഞാനെങ്കിലും പറയുന്നുണ്ടല്ലോ. പാണിദ്വയം ഭോക്തും അമന്ത്രയന്ത കന്ഥാമിവ ശ്രീമപി കുത്സയന്ത, കീറത്തുണിയെ പോലെ മഹാലക്ഷ്മിയെ ചവിട്ടി തള്ളുന്നവരാണത്ര ഇവര്. അങ്ങനെയുള്ള കൗപീനവന്ത ഖലു ഭാഗ്യവന്ത, അവർക്ക് എങ്ങനെയാ ഇത്രയധികം സന്തോഷം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, ബ്രഹ്മാക്ഷരം പാവനമുച്ചരന്തോ, അതാണ് ഇതിൻ്റെ രഹസ്യം. അവരെപ്പോഴും ഉച്ചരിക്കുന്നത് എന്താ? ബ്രഹ്മാക്ഷരമാണ്. എന്താ ബ്രഹ്മാക്ഷരം? ഒന്നുകിൽ ഓം, അല്ലെങ്കിൽ ബ്രഹ്മസൂചകമായിട്ടുള്ള മഹാവാക്യങ്ങളോ അങ്ങനെയുള്ള അല്പാക്ഷര മന്ത്രങ്ങളോ ആയിരിക്കും. ബ്രഹ്മാക്ഷരം പാവനം, അത് പാവനമാണ്, പരിശുദ്ധികരമാണ്. ബ്രഹ്മാക്ഷരം മാത്രമേ നമ്മെ ശുദ്ധമാക്കുന്നതുള്ളൂ. ഭക്ഷണം വയറ് നിറയ്ക്കും, ഭാരം കൂട്ടും. ബ്രഹ്മാക്ഷരം എത്ര ജപിച്ചാലും അതിനുവേണ്ടി ശരീരത്തിൽ നിന്ന് ശക്തിയെടുത്ത് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കും, മനസ്സിനെ നിറയ്ക്കും. ബ്രഹ്മാക്ഷരം പാവനം, അതിന് എന്തു വേണം? ഉച്ചരന്തോ, വായ കൊണ്ട് ഉച്ചരിക്കണം. വിഷമിക്കാതെ, നാണം തോന്നാതെ, ലജ്ജ തോന്നാതെ, ഭയപ്പെടാതെ, പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ തൊണ്ടയോടുകൂടി. ഓ എന്താ ഇപ്പം ഇതിന് കുറവ്? നിങ്ങൾക്ക് നാവില്ലേ? തൊണ്ടയില്ലേ? ഉച്ചരിച്ചൂടെ? ഏതെങ്കിലും ഒരു വീട്ടിൽ ഓങ്കാരം ജപിക്കില്ല? പിന്നെ എങ്ങനെയാ ദാരിദ്ര്യം എവിടെ നിന്ന് പോവുക? കലഹം എങ്ങനെ പോവും? കലഹിക്കുന്നിടത്ത് ഒരു 2 ഓങ്കാരം ജപിച്ച് നോക്കൂ, എല്ലാവരും പേടിച്ചിട്ടെങ്കിലും മിണ്ടാൻ. ഓം ശാന്തി ശാന്തി കലഹിക്കുമ്പോൾ പറയൂ, മിണ്ടില്ല. ഭാര്യയും ഭർത്താവും കൂടി കലഹിക്കുന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരെ കുട്ടികളുടെ ഇടയിൽ പോയിട്ട് ഓം എന്ന് പറയണം. കുറച്ച് കഴിഞ്ഞാൽ അവർ പേടിച്ചിട്ട് നാണിച്ചിട്ട് മിണ്ടാതെയാവും. വലിയൊരു ശക്തിയാതിന്. ബ്രഹ്മാക്ഷരം പാവനമുച്ചരന്തോ ബ്രഹ്മാഹമസ്മീതി വിഭാവയന്തഃ. ബ്രഹ്മാഹം അസ്മീതി, അവർ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പരബ്രഹ്മമാണ്. അയ്യോ, ഈ വാക്കങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ ഭൂതപ്രേത ഗണങ്ങളൊക്കെ പറന്നു കളയവിടുന്നു. ബ്രഹ്മാക്ഷരം എന്നുള്ളത് കേട്ടാൽ ഒരാളവിടെ നിൽക്കില്ല, അത്ര വിശേഷപ്പെട്ടതാ. എന്താ ഈ ബ്രഹ്മാക്ഷരം? നമ്മുടെ ജീവന്റെ പര്യായമാണ്. ജീവോ ബ്രഹ്മൈവനാപരഃ. നമ്മുടെ ശരീരത്തിൽ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നതായ ജീവചേതനയുണ്ടല്ലോ, അത് സാക്ഷാത് പരബ്രഹ്മമാണ്. ആദി നാരായണനാണ്, പരമേശ്വരനാണ്. ആ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം അങ്ങോട്ട് പറയുക, ബ്രഹ്മൈവാഹം ബ്രഹ്മൈവാസ്മി. ഇതാണ് അവരുടെ ഉച്ചാരണം. നാഹം യോഗി നോ വിയോഗി ന രാഗി, നാഹം ക്രോധി നൈവ കാമി ന ലോഭി, നാഹം കർത്ത നാഭിയുക്തോ വിമുക്തഃ, സാക്ഷി നിത്യഃ പ്രത്യഗേവാഹമസ്മി. ഇതാണ് ഈ കൂട്ടർക്ക് തന്നെക്കുറിച്ചിട്ടുള്ള അസസ്മെന്റ്, അവനവനെ സംബന്ധിച്ച നിരൂപണം. നാഹം യോഗി നോ വിയോഗി ന രാഗി. ഞാൻ യോഗിയല്ല. രാഗി എന്ന് പറഞ്ഞാൽ രാഗമുള്ളവൻ, സ്നേഹമുള്ളവൻ, കാമിയല്ല. വിയോഗി, യോഗം പ്രാക്ടീസ് ചെയ്യാത്തവനുമല്ല. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. നാഹം യോഗി നോ വിയോഗി ന രാഗി, നാഹം ക്രോധി നൈവ കാമി ന ലോഭി. ഞാൻ ക്രോധമുള്ളവനല്ല, കാമിയുമല്ല, ലോഭവുമില്ല എനിക്ക്. നാഹം കർത്ത നാഭിയുക്തോ വിമുക്തഃ. ഞാൻ കർത്താവല്ല,
ഒരു പ്രവൃത്തിയും ഈ ലോകത്തിൽ ചെയ്യുന്നില്ല. കർത്തൃഭാവം എൻ്റെ മനസ്സിനെ തീണ്ടുന്നില്ല. നാഭിയുക്തോ വിമുക്ത. കർത്തൃഭാവം ഉള്ളപ്പോഴല്ലേ അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി യോഗസിദ്ധിയും യോഗസാധനയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ഞാൻ ചെയ്യുന്നില്ല. വിമുക്ത, എനിക്ക് മോക്ഷവും വേണ്ട. ബന്ധനമുണ്ടെങ്കിലല്ലേ മോക്ഷം വേണ്ടൂ. ഞാൻ കർത്താവല്ല, കർത്തൃബന്ധനമില്ല. അപ്പോഴല്ലേ അതിൽ നിന്ന് മുക്തി കിട്ടണ്ടു. അപ്പൊ പിന്നെ ഞാൻ ആരാ? സാക്ഷി നിത്യ പ്രത്യഗേവാഹമസ്മി. ഞാൻ മനസ്സിലുള്ള എല്ലാ ഭാവനകൾക്കും ബുദ്ധിയിലുള്ള എല്ലാ അറിവിനും അസസ്മെന്റിനും ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും പ്രാണന്റെ എല്ലാ സഞ്ചലനത്തിനും എല്ലാറ്റിനും സാക്ഷി മാത്രമാണ്. സാക്ഷി മാത്രമാണ്. വിളക്കിൽ നമ്മളൊരു മുറിയുണ്ട്. ആ മുറിയിലിരിക്കുകയാണ്. ചിലപ്പോൾ വായിക്കും, ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ കാണും, പലതും ചെയ്യും ഒരു വിളക്കിട്ടിട്ട്. ആ വിളക്കിന് ഇതിൽ വല്ല പങ്കാളിത്തം ഉണ്ടോ? ആ വിളക്കിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് എല്ലാറ്റിനും സാക്ഷി എന്നതുപോലെ സാക്ഷിയായിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ. ഇതാണ് അവരുടെ പാട്ട്. ബ്രഹ്മാക്ഷരം പാവനമുച്ചരന്തോ ബ്രഹ്മാഹമസ്മീതി വിഭാവയന്തഃ ഭിക്ഷാശിനോ ദിക്ഷു പരിഭ്രമന്തഃ. അവർ ഭിക്ഷ കിട്ടാൻ വേണ്ടിയാ ഈ സഞ്ചരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരേടത്ത് പോയി കുറച്ചാൾക്കാരെയോ ഒരാളെയോ കഷ്ടപ്പെടുത്തി എന്ന് വരാതെ അവരിങ്ങനെ സഞ്ചരിക്കും. തെക്കുന്ന് വടക്ക് വരെ, വടക്കുന്ന് തെക്ക് വരെ ദേശസഞ്ചാരം ചെയ്യുന്നതാണ് അവർക്ക് ജീവിതത്തിൽ ജന്മസാഫല്യം. അങ്ങനെ നടക്കുന്ന മനുഷ്യരുണ്ടല്ലോ. കൗപീനവന്ത ഖലു ഭാഗ്യവന്ത. ഒരു കൗപീനം മാത്രം നഗ്നത മറയ്ക്കാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് വിഷമം വരരുതല്ലോ എന്ന് വിചാരിച്ചു കൊടുത്ത് നടക്കുന്നവരുണ്ടല്ലോ. ഇവരാണ് ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. അപ്പോൾ യോഗസിദ്ധികളെപ്പറ്റി പറയുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്ത് അതിനെ കവച്ചു വെച്ചുകൊണ്ടാണ് ഈ നിർഗുണ ചിന്തയെപ്പറ്റിയും പരമാനന്ദത്തെപ്പറ്റിയും കൃഷ്ണൻ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ എവിടെ നിൽക്കണു എന്ന് ആലോചിച്ച് നോക്കൂ. നിർഗുണേ ബ്രഹ്മണിമയി ധാരയൻ വിശദം മനഃ പരമാനന്ദമാപ്നോതി യത്ര കാമോ അവസീയതേ. അപ്പോൾ സിദ്ധികൾ ബാഹ്യമാകാം, ആന്തരമാകാം, ഓരോന്നും ഗ്രഹിക്കുന്നതാകാം, ഒന്നുമില്ലാതെ പരമാനന്ദത്തിൽ അങ്ങനെ ആറാടിപ്പിക്കുന്നതുമാകാം. ഏതു വേണം എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. കൊച്ചു പ്രഹ്ലാദനുണ്ടല്ലോ. ആ പ്രഹ്ലാദൻ പല വിധത്തിലും അച്ഛൻ ദണ്ണിപ്പിച്ചു, വേദനിപ്പിച്ചു, പീഡിപ്പിച്ചു. ആചാര്യന്മാരടിച്ചു, കെട്ടിയിട്ടു, പലരും കുത്തി മുറിച്ചു, വെള്ളത്തിലിട്ടു, പർവ്വതത്തിൽ നിന്ന് താഴത്തേക്ക് തട്ടിമറിച്ചു, അഗ്നിയിൽ കൊണ്ട് എരിക്കാൻ നോക്കി. എന്തൊക്കെ ചെയ്തിട്ടും ആ പ്രഹ്ലാദന് ഒരു കൂസലും ഉണ്ടായില്ല. അവസാനം അച്ഛനും മകനും കൂടിയിട്ടുള്ള ഒരു ആശയ സംഘട്ടനം മൂത്തിട്ടാണല്ലോ എവിടെയാടാ നിന്റെ ഹരി എന്ന് ചോദിച്ചതും തൂണിലുണ്ടെന്ന് പറഞ്ഞതും ആ തൂണ് വെട്ടാനായി ചെന്നതും തൂണിലിടിച്ചതും നരസിംഹം പുറത്തു വന്നതും അച്ഛനും നരസിംഹവുമായി പൊരിഞ്ഞ യുദ്ധം അങ്ങോട്ട് നടന്ന് അവസാനം ഹിരണ്യകശിപുവിനെ നരഹരി പിടിച്ചു, പൊളിച്ചു, മാന്തി, കൊടലെടുത്തു, കഴുത്തിലിട്ടു, സിംഹാസനത്തിലിരുന്നു. അതൊക്കെ കഴിഞ്ഞു. സമാധാനിപ്പിക്കാൻ വേണ്ടി ആരും തയ്യാറില്ല. പ്രഹ്ലാദനെ പറഞ്ഞയച്ചു, ഒരു കൂസലും ഇല്ലാതെ ചെന്ന് നമസ്കരിച്ച് സ്തുതിക്കാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് നരഹരി തണുത്ത് സന്തോഷിച്ച് എന്ത് വരമാണ് എൻ്റെ പൊന്നു കുട്ട വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരൊറ്റ വരവും വേണ്ടെന്നാണ് പറഞ്ഞത്. ചോദിച്ചത് തന്നെ തെറ്റായി എൻ്റെ ഭഗവാനെ, അങ്ങത് ചോദിക്കാൻ പാടില്ലാത്തതാണ്. വരം തരാം എന്ന് പറഞ്ഞ ഭഗവാനെ വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രഹ്ലാദൻ്റെ നിലപാട്. അത്ര നിഷ്പക്ഷവും നിരാഗ്രഹവുമായിരുന്നു മനസ്സിൽ. എന്നിട്ട് നിവൃത്തിയില്ലെങ്കിൽ അങ്ങ് ചോദിച്ചു വരപ്രസാദം. ഒന്നും ഞാൻ മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു അപമാനമാവുമല്ലോ, തെറ്റാവുമല്ലോ. ഒരു കാര്യം ചെയ്തേക്കൂ. കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തു വൃണേവരം യതിരാശീശമേ കാമാൻ വരാംസ്ത്വം വരദർഷഭ. ഇനി ഞാൻ അങ്ങ് വരം തരാമെന്ന് പറഞ്ഞു, മേടിക്കില്ല എന്ന് പറഞ്ഞ് നിരാകരിച്ചു എന്ന് വരരുത് എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. എനിക്ക് ഒരൊറ്റ വരേ വേണ്ടു. കാമാനാം ഹൃദി അസംരോഹം. എൻ്റെ മനസ്സിൽ ഒരൊറ്റ കാമം മുളയ്ക്കരുത്, ഒരാഗ്രഹവും എൻ്റെ മനസ്സിൽ മുളയ്ക്കരുത്. ഭവതസ്തു വൃണേവരം. ഈ വരമാണ് ഞാൻ അങ്ങയിൽ നിന്ന് തേടുന്നത്. ഭക്തജനങ്ങളെ, തത്വജിജ്ഞാസുക്കളെ, പ്രേക്ഷകരെ മനസ്സിൽ വയ്ക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് ഓതിക്കൊടുക്കൂ. വലിയൊരു ലിസ്റ്റും കൊണ്ടുപോവും ക്ഷേത്രത്തിലേക്ക് പുഷ്പാഞ്ജലി നടത്താൻ. നക്ഷത്രം ചൊല്ലി 27 നക്ഷത്രം മതിയാവില്ല നിങ്ങൾക്ക്. എന്തിനാ ഇങ്ങനെ ഓരോന്നായിട്ട് ഭഗവാനോട് ചോദിക്കാൻ പോണത്? എനിക്ക് ഒന്നുമേ വേണ്ട,
ഇതെല്ലാം കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ സന്തോഷമുണ്ടാവും? ആ സന്തോഷം നേരിട്ട് ഡയറക്റ്റായിട്ട് കിട്ടട്ടെ, അതിനുള്ള വഴിയാണ്. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. പിങ്കളയുടെ ചരിത്രം ശ്രീകൃഷ്ണൻ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ആശാഹി പരമം ദുഃഖം. ആശ എന്ന് പറയുന്നത് പരമദുഃഖമാണ്. നൈരാശ്യം പരമം സുഖം. ആശകളൊക്കെ അസ്തമിച്ചങ്ങോട്ട് പോയി തള്ളിക്കളഞ്ഞു എന്നുണ്ടെങ്കിൽ പരമസുഖമായി. ഇതാണ് നമുക്ക് വേണ്ടത്. കാമാന്യ കാമയതേ മന്യമാനഃ സ കാമഭിർജായതേ തത്ര തത്ര പര്യാപ്ത കാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഃ. ഈ ആശ എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുന്നത്? മനസ്സിൽ. ഒരു ആശ പൊട്ടിമുളച്ചു കഴിഞ്ഞാൽ ആ മുളച്ചതിൻ്റെ പേരിലാണല്ലോ കൈകാലുകളും മറ്റുമായി നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനത്തിനുള്ള ഹേതു എവിടെയാ? മനസ്സിൽ വേറെ ഒരിടത്തുമല്ല. ആ മനസ്സിന് നിങ്ങൾ നേരിട്ട് ഭക്തിയോടുകൂടി ചികിത്സിക്കാൻ ഈശ്വരനെ പൂർണ്ണമായി എല്ലാറ്റിനും ഉത്തരവാദിയായി ആശ്രയിക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകം അപേക്ഷകളോ ഉപേക്ഷകളോ വരുന്നുണ്ടോ അവിടെ? ഇല്ലല്ലോ. ഇതൊരു പൂർണ്ണ സമീപനമല്ലേ കൂട്ടരെ? ഒരു പൂർണ്ണ സമീപനം. എൻ്റെ ഭഗവാൻ പരമകല്യാണ നിധിയാണ്. അദ്ദേഹം സർവജ്ഞനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. അങ്ങനെയുള്ള ഒരു ഭഗവാന്റെ അടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല, ഓർമ്മപ്പെടുത്താനുമില്ല എന്നുള്ള നിലപാടല്ലേ ഏറ്റവും നല്ലത്? അതെന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല? ബുദ്ധിയുടെ കുറവോ പിശുക്കോ മനസ്സിൻ്റെ സങ്കുചിതത്വമോ എന്താണതിന് കാരണം? നിങ്ങൾ പരിശോധിച്ച് കണ്ടുപിടിക്കൂ. കൊച്ചു പ്രഹ്ലാദൻ നമ്മുടെ മുൻപിൽ നിന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ ആഗ്രഹം പോലും എൻ്റെ മനസ്സിൽ പൊട്ടിമുളയ്ക്കരുത് എന്ന് മാത്രമാണെന്ന്. ആ കുട്ടിക്കത് പറയാമെങ്കിൽ പ്രായമൂപ്പുള്ള നിങ്ങൾക്കാണോ പറയാൻ ബുദ്ധിമുട്ട്? ഭാഗവതം അതിശക്തമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഉപനിഷത്ത് പറയുന്നത് കേൾക്കൂ. മുണ്ടകോപനിഷത്തില് കാമാന്യഃ കാമയതേ മന്യമാനഃ സ കാമഭിഃ ജായതേ തത്ര തത്ര പര്യാപ്ത കാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഃ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ആത്മാഗ്രഹമാവട്ടെ. എൻ്റെ പരമാത്മാവിനെ എനിക്ക് മനസ്സിലാവണം, അന്തരാത്മ സാക്ഷാത്കാരം വേണം എന്നുള്ളതാവട്ടെ. ആഗ്രഹിച്ചോളൂ, പക്ഷേ ഈശ്വരനെ ആഗ്രഹിക്കൂ. ഭഗവാനെ എനിക്ക് അങ്ങ് വേണം, ഭവാൻ മാത്രമേ വേണ്ടൂ, താങ്കൾ മാത്രമേ എനിക്ക് വേണ്ടൂ, നീ മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞൂടെ? അപ്പൊ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപിയാണെങ്കിൽ, മംഗളമൂർത്തിയാണെങ്കിൽ ആ ഭഗവാനെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളും മംഗളമൂർത്തിയും സച്ചിദാനന്ദ കട്ടയും ആവൂലോ? എന്താ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇടുക്കം കളയാൻ എന്താത്ര വിഷമം? ഇടുക്കം കളയാൻ? ഇടുക്കം കളയൂ, വികാസം അവലംബിക്കൂ, കൊള്ളൂ, ഇടുക്കം തള്ളൂ. കാമാന്യഃ കാമയതേ മന്യമാനഃ സ കാമഭിർ ജായതേ തത്ര തത്ര. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹിച്ചതിൻ്റെ ബലവും അതിൻ്റെ പ്രതികരണവും മൂലമാണ് നിങ്ങൾ അവിടെ പോകുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ ആഗ്രഹം പര്യാപ്ത കാമസ്യ കൃതാത്മനസ്തു, നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിനെയാണ് കാമിക്കുന്നത്, ആശിക്കുന്നത് എന്നുണ്ടെങ്കിലോ പിങ്കളെ എന്ത് ചെയ്തു? ഇത്ര നാളും ഓരോരുത്തരുടെ പിന്നാലെ ഞാൻ പോയി. ഇന്ന് ഞാൻ എന്നെ തന്നെ ശ്രീഹരിക്ക് ഭഗവാന് കൊടുത്ത് ലക്ഷ്മി ക്രീഡിക്കുന്നത് പോലെ ഭഗവാനോട് കൂടി ഞാൻ രമിക്കും എന്ന് പറഞ്ഞ് സ്വയം ഭഗവാനങ്ങട് വിറ്റു. അതോടുകൂടി അവരുടെ പ്രശ്നം മുഴുവനും തീർന്നു. കൃതാത്മനസ്തു, ആത്മാവ് നമുക്ക് കയ്യിൽ കിട്ടി എന്നുണ്ടെങ്കിൽ പര്യാപ്ത കാമസ്യ, എല്ലാ ആഗ്രഹവും നിറവേറും. ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഃ, ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇവിടെ തന്നെ ലയിച്ച് ഇല്ലാതെയാകും. വസിഷ്ഠർ പറയാണ് ശ്രീരാമനോട്, സമ്യഗാലോകനാത് സത്യാത് വാസനാ പ്രവിലീയതേ വാസനാ വിലയേ ചേതഃ ശാമ്യത്യ സ്നേഹദീപവത്. സമ്യക് ആലോകനാത് സത്യാത്, ഒരു സത്യമുണ്ട്. എന്താണത് സത്യം? ഇത്ര നേരം ഞാൻ പറഞ്ഞത് തന്നെ. പരമാത്മാ, മംഗളസ്വരൂപി, പരമകല്യാണനിധി, അതാണ് നമ്മുടെ ജീവൻ, അതാണ് മഹാവിഷ്ണു. ആ ഈശ്വരനെ പൂർണ്ണമായി അഭിലഷിക്കൂ. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനേ അങ്ങ് എൻ്റേതാവണം, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടേതാവണം,
നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവരുത്. ഉപ്പ് വെള്ളത്തിൽ അലിയുന്ന പോലെ ഞാൻ അങ്ങയിൽ ലയിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങ് എന്നിലേക്ക് വന്നു ചേരൂ. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് അഭിലഷിച്ചു എന്നുണ്ടെങ്കിൽ സമ്യകാലോകനാത് സത്യാത് വാസനാ പ്രവിലീയതേ